അമ്മുക്കുട്ടി എവിടെ പോവാ? നമ്മൾ സ്റ്റുഡിയോയിൽ പോവാ ഗൈസ്. ഇന്ന് ഇപ്പം June 5 ആണ്. ശരിക്കും എൻ്റെ അമ്മേൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഒരു 5 ദിവസം കൂടെ കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ. July 10 ആണ് എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഫ്രൈഡേ എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇന്ന് എനിക്ക് സ്റ്റുഡിയോയിൽ പോവാണ് ഉൾപ്പെടുക്കാൻ. എൻ്റെ പിന്നെ ഇത് നോക്ക്, ഞാൻ ഈ സൈഡ് ഈ ബട്ടൺ പ്രസ് ചെയ്യും. അമ്മുക്കുട്ടിയുടെ വാച്ച് ഉണ്ട്. അയ്യോ ടൈം കണ്ട് ഇത് ഞാൻ ഇന്നാ കേസ് കാണുന്ന ഇതിനകത്ത് ലൈറ്റ് കാണാൻ പറ്റും. ശരിക്കും ഞാൻ ഇതിനൊക്കെ മുമ്പ് കണ്ടായിരുന്നു. ആണോ? ഞാൻ ഇപ്പോഴാണ് കണ്ടത്. അറിയില്ലടാ. സ്പൈക്കിയുടെ വാച്ചാണ് കേസ്. സ്പൈക്കി. ഞാൻ ഇതിന്റെ അടിയിൽ ഒരു സ്റ്റിക്കർ ഉണ്ട്. എവിടെയാണ് വാച്ച്? ഇത് സ്പൈക്ക്. പിന്നെ ഇത് ലൈറ്റ് ബാക്കിലൊന്നും വരത്തില്ലേ? ഓക്കെ, ഇനി ഇട്ടോ തന്നെ ഇട്ടോണേ. നോക്കട്ടെ തന്നെ വാച്ച് കേട്ടോന്ന് അറിയാമോന്ന്. അപ്പോൾ ഗൈസ്, നമ്മുടെ അമ്മുക്കുട്ടിയുടെ 9ാമത്തെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു ജൂലൈ 10-ാം തീയതി. അപ്പോൾ നമ്മൾ അമ്മുക്കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് പോവുകയാണ്. ഇത് ജൂലൈ 5-ാം തീയതിയാണ് കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് കുറേ താമസിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? നമ്മളെല്ലാ വർഷവും ആദ്യം നമ്മുടെ വ്ളോഗ് കാണുന്ന സ്ഥിരമായിട്ടുള്ള നമ്മുടെ യൂട്യൂബ് ഫാമിലിക്ക് അറിയാം എങ്ങോട്ടാണെന്ന്. ദി സ്റ്റുഡിയോ. ഈ സ്റ്റുഡിയോയിൽ തന്നെയാണ് കേട്ടോ കുറേ വർഷങ്ങളായിട്ട് ആദ്യം നമ്മൾ പോകുന്നത്. എന്നിട്ട് ഇവിടെ ഡ്രസ്സ് ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ വേറെ എവിടെയെങ്കിലും പോകാറുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോൾ സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാലും വെറുതെ, അതായത് നമുക്ക് അങ്ങനെ വലിയ അത്യാവശ്യമൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസിനായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ നല്ല അടിപൊളി ഡ്രസ്സുകൾ അവിടെ കാണും കേട്ടോ. ബർത്ത്ഡേക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല സൂപ്പർ ഡ്രസ്സുകൾ കാണും. പക്ഷേ നമ്മളുടെ ആവശ്യത്തിന് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഡ്രസ്സുകളൊന്നും കാണത്തില്ല കേട്ടോ. അതാണ് എപ്പോഴും സംഭവിക്കുന്നത്. ഇങ്ങനെ എന്നെപ്പോലെ സംഭവിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15+ ആണ് കേട്ടോ. സ്മോൾ സൈസ് തൊട്ടുള്ള സൈസാണ് ഈ ഒരു സെക്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ റീസൺലി കുറച്ച് നാളായിട്ട് പാറുക്കുട്ടിക്ക് ഈ ഒരു സെക്ഷനിൽ നിന്നാണ് നമ്മൾ ഡ്രസ്സ് എടുക്കുന്നത്. പാറുക്കുട്ടിക്ക് ചെറിയ സെക്ഷൻ എന്ന് പറയുമ്പോൾ 14 വരെയുള്ള കുട്ടികൾക്കാണ്. അവിടെ വരെയുള്ള കുട്ടികൾക്ക് പാറുക്കുട്ടിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും ഡ്രസ്സ് കിട്ടാറില്ല. ഈ ഒരു ടോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ അമ്മുക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. അമ്മുക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ വൈറ്റ് ആയതുകൊണ്ട് നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചാണ് കേട്ടോ. പിന്നെ വേറെ കുറേ ഡ്രസ്സുകളൊക്കെ കാണിച്ചിട്ട് അമ്മുക്കുട്ടി ഇത് വേണമെന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മുക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന്, അമ്മുക്കുട്ടിക്ക് ഇത് വേണ്ടാന്ന്. ദൈവമേ, പണ്ട് എന്ത് കൊടുത്താലും ഇത് മതി എന്ന് പറയുന്ന അമ്മുക്കുട്ടിയായിരുന്നു. ഈ ഒരു ടോപ്പ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഷർട്ടും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ പോലെ തന്നെ ഒരു പിങ്ക് ഷർട്ട്, ഈ ഒരു ഷർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊന്നും അമ്മുക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന്. അമ്മുക്കുട്ടിക്ക് ഇത് ഇഷ്ടപ്പെട്ടു, പക്ഷെ അത് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ സ്ലിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ മാച്ചിങ് സ്ലിപ്പ് ഇട്ടില്ലെങ്കിൽ അതും പണിയാവും. അത് കാരണം അത് വാങ്ങിയില്ല, വേറെ എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഷർട്ട് നല്ല ക്വാളിറ്റി ആയിരുന്നു, നല്ല ഷർട്ടായിരുന്നു. അമ്മുക്കുട്ടി ആദ്യമേ പറഞ്ഞു അമ്മുക്കുട്ടിക്ക് ജീൻസും ടോപ്പും മതിയെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ജീൻസിൻ്റെ കൂടെ ഈ ഒരു ഷർട്ട് അമ്മുക്കുട്ടി ഇത് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു കേട്ടോ. പപ്പയ്ക്ക് ഇത് നല്ലോണം ഇഷ്ടപ്പെട്ടായിരുന്നു. സ്കൂളിലേക്ക് ഇടാനാണ് കേട്ടോ. പക്ഷേ അമ്മുക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. അമ്മുക്കുട്ടി പറയുന്നത് ഇത് വാങ്ങാമെന്ന്. അത് ബർത്ത്ഡേക്ക് വാങ്ങിയിട്ട് എങ്ങനെ ഇട്ടുകൊണ്ട് പോകാനാ സ്കൂളിൽ? ഫുൾ സ്ലീവ് ചൂടൊക്കെ പിടിച്ചിട്ട്. പിന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാനിതൊക്കെ അമ്മുക്കുട്ടിയുടെ അടുത്ത് ചോദിച്ചിട്ട് അമ്മുക്കുട്ടിക്ക് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ അവിടെ എന്തോ കണ്ടപ്പോൾ പാറുക്കുട്ടിയുടെ അടുത്ത് ചോദിക്കുകയാണ് കേട്ടോ, പാറു നിനക്കിത് വേണമെന്ന്. അങ്ങനെ നമ്മൾ കുട്ടികളുടെ സെക്ഷനിൽ പോയി നോക്കാമെന്ന് വിചാരിച്ചു. അത് 14 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ. ശരിക്കും ചില സമയത്ത് നല്ല സെലക്ഷൻ ഉണ്ടാവുന്നതാണ്. ഇന്നത്ര കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു, പക്ഷേ നമുക്ക് കിട്ടി കേട്ടോ. ഒരെണ്ണം കിട്ടി. ഈ ഒരു ടോപ്പ് വേണമെന്ന് ചോദിച്ചപ്പോൾ അമ്മുക്കുട്ടിക്ക് വേണ്ടാന്ന് പറഞ്ഞു. പപ്പ പറഞ്ഞത് നല്ല രസമുണ്ടമ്മ എടുക്കാൻ പറഞ്ഞിട്ട് അമ്മുന് ഇഷ്ടമായില്ല. പിന്നെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഒരു കുഞ്ഞിക്കുട്ടിക്കുള്ള ഉടുപ്പ് വേണമായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ നോക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞിക്കുട്ടികളുടെ കുറേ നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ. നല്ല മെറ്റീരിയലാണ്, നമുക്ക് ചൂടൊന്നും എടുക്കത്തില്ല കേട്ടോ. കുട്ടികളൊക്കെ നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് കേട്ടോ. ഒരു ബിലോ 500-ലൊക്കെ നമുക്ക് നല്ല ഡ്രസ്സ് അവൈലബിൾ ആണ്. കുട്ടികളുടെ എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടികളുടെയും കിട്ടും, നമ്മുടെ പാറുക്കുട്ടിക്കും അമ്മുക്കുട്ടിക്കും ഒക്കെ പറ്റിയ ഡ്രസ്സ് കിട്ടും കേട്ടോ. അങ്ങനെ കുഞ്ഞു കുട്ടികൾക്കുള്ള ഡ്രസ്സ് നോക്കിയെടുക്കാം. നമുക്ക് ഏതാണെന്ന് പറയാമോ എടുത്തത്?
കുറേ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കുഞ്ഞിക്കുട്ടികളുടേത് വരുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനാവും കേട്ടോ ഏതെടുക്കണമെന്ന്. നല്ല ലൈറ്റ് കളേഴ്സിലൊക്കെ വന്ന് 399, 499 ആ ഒരു റേഞ്ചിലൊക്കെയാണ് കേട്ടോ. ഇത് ആ ഒരു സ്കേർട്ടും ടോപ്പുമായിട്ട് വരുന്നുണ്ട്, പിന്നെ നിക്കറും ഉടുപ്പുമായിട്ട് വരുന്നുണ്ട്. രസമുണ്ട് കേട്ടോ, കൊള്ളാം. നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും കുട്ടികൾക്ക്. അങ്ങനെ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പിന്നെ കുഞ്ഞിക്കുട്ടികളുടെയൊക്കെ ഡ്രസ്സ് കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ. ഞാൻ ആക്ച്വലി ഓർക്കുമായിരുന്നു, പാറക്കുട്ടി ചെറുതായിരുന്നപ്പോൾ ഞങ്ങൾ പാലക്കാടായിരുന്നു കേട്ടോ. അവിടെ ബിഗ് ബസാറിൽ ഇതുപോലെ ഒരുപാട് ഡ്രസ്സുകൾ വരുമായിരുന്നു കേട്ടോ, ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. അപ്പോൾ നമ്മൾ പാറക്കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു ബിഗ് ബസാറിൽ നിന്നായിരുന്നു കേട്ടോ എടുത്തിട്ടുള്ളത്. എനിക്ക് പെട്ടെന്ന് പാറുവിൻ്റെ ഈ പ്രായത്തിലൊക്കെ എടുത്ത ഓർമ്മ വന്നു. അമ്മുക്കുട്ടിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാറക്കുട്ടിയുടെ ഒരുപാട് ഡ്രസ്സുകൾ ഉള്ളതുകൊണ്ട് അമ്മുക്കുട്ടിക്ക് അങ്ങനെ ഒരുപാട് ഡ്രസ്സ് നമുക്ക് വാങ്ങേണ്ടി വന്നിട്ടില്ല ചെറുതിലെ. പാറക്കുട്ടി വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ച ഡ്രസ്സുകൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മുക്കുട്ടിക്ക് നമുക്ക് ഒരുപാട് അങ്ങനെ വാങ്ങേണ്ടി വന്നിട്ടില്ല. നമുക്ക് വാങ്ങണം തോന്നുമ്പം വാങ്ങുമായിരുന്നു, അല്ലാതെ പാറക്കുട്ടിക്ക് എടുത്ത പോലെ നമുക്ക് അമ്മുക്കുട്ടിക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. ഈ ഒരു ക്ലോത്തൊക്കെ നല്ല രസമുണ്ട്. അപ്പം എനിക്ക് മൊത്തം കൺഫ്യൂഷനായി കേട്ടോ. ഞാനിപ്പോൾ പപ്പയുടെ അടുത്ത് പറഞ്ഞു, ഒന്ന് സെലക്ട് ചെയ്ത് തരുമോ പപ്പയും ചോദിച്ചു കേട്ടോ. അങ്ങനെ സന്ധ്യവട്ടം വന്നിട്ട് നോക്കിയെടുക്കുകയാണ് കേട്ടോ. എന്തായാലും നമുക്ക് 1-2 വാങ്ങാമെന്ന് വിചാരിച്ചു കുഞ്ഞിക്കുട്ടിക്കുള്ളത്. അങ്ങനെ നമ്മൾ അത് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സ്റ്റുഡിയോ ഇഷ്ടമാണ്? ആരൊക്കെയോ ഞാനിങ്ങനെ റീലിട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്സ് ഇട്ടപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റുഡിയോ പർച്ചേസ് ഭയങ്കര ഇഷ്ടമാണ്, ലോങ് വീഡിയോ ഇടാവോ, വ്ളോഗ്, ബർത്ത്ഡേ വ്ളോഗിൻ്റെ ഡ്രസ്സ് ഷോപ്പിംഗ് വീഡിയോ ഇടാവോ എന്നൊക്കെ ചോദിച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും സ്റ്റുഡിയോ ആണ് കേട്ടോ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത്. ഒരുപാട് എന്താ പറയുന്നത്, ഒരുപാട് നാളൊന്നും നമുക്കങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കുറേ ഡ്രസ്സുകൾ സ്റ്റുഡിയോയിൽ നിന്ന് കിട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഏതെടുക്കും സൈസ് ഏതെടുക്കും, ഇപ്പോഴത്തെ പാകത്തിനുള്ള വേണോ അതോ ഒരു ഇത്തിരി വലുത് മേടിക്കണോ എന്നൊക്കെയുള്ള ഭയങ്കര കൺഫ്യൂഷനിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എന്തൊക്കെയോ നോക്കി സെലക്ട് ചെയ്തിട്ടുണ്ട്. പാറക്കുട്ടിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, പാറക്കുട്ടിക്ക് കുഞ്ഞിക്കുട്ടികളുടെ ഡ്രസ്സ് നോക്കിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പാറക്കുട്ടിയും പപ്പയും കൂടെ തപ്പിയെടുക്കാൻ പറഞ്ഞു. പാറക്കുട്ടി വന്ന് ഇതിൻ്റെ ഇടയ്ക്ക് നോക്കിയെടുത്ത് ഏതാണ്ടൊക്കെ തന്നായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റുഡിയോയിലല്ലേ നമ്മൾ പോകുമ്പോൾ പാട്ടിടും കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ വോയിസ് ഓവർ കൊടുക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. നല്ല രസമായിട്ട് നമ്മൾ സംസാരിക്കുന്നതും അവിടെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ലൈവായിട്ട് അല്ലെ, അതായത് ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടിയേനെ. പോട്ടെ, സാരമില്ല. അങ്ങനെ അവിടുന്ന് 2 ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് അമ്മുക്കുട്ടിയെ നോക്കിയപ്പോൾ കാണുന്നില്ല. പിന്നെ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല അമ്മുക്കുട്ടി എവിടെയാണ് ഉള്ളതെന്ന്. ദേ നിൽക്കുന്നു. ഈ ഒരു ഏരിയയിൽ അമ്മുക്കുട്ടി ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നിൽക്കും. നമ്മൾ ആദ്യം ചെല്ലുമ്പം തന്നെ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ എടുത്ത് തേക്കും. എന്നിട്ട് അതിനകത്തുനിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യും. ഞാൻ ഒരു ഐലൈനർ മേടിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഐലൈനർ കഴിഞ്ഞു കേട്ടോ, ഓൾമോസ്റ്റ് തീരാറായി. അപ്പം ഒരു ഐലൈനർ എടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കിനും ഞാൻ യൂസ് ചെയ്യുന്ന ബ്ലാക്ക് കിട്ടിയില്ല കേട്ടോ. പിന്നെ വേറൊരു ബ്ലാക്ക് കിട്ടിയപ്പം അതെടുത്ത് കേട്ടോ. ഈ കളറ് പാറക്കുട്ടിക്ക് ഇഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ചിട്ട് അമ്മുക്കുട്ടിയുടെ അടുത്ത് പറഞ്ഞതാണ് അതൊന്ന് ഇട്ട് നോക്കാൻ. അപ്പം അമ്മുക്കുട്ടി പറയുക, ഞാനിനി ഇട്ട് നോക്കണമെങ്കിൽ എല്ലാം റിമൂവ് ചെയ്യണമെന്ന്. ഓൾറെഡി വീട്ടിൽ നിന്ന് നെയിൽ പോളിഷ് ഇട്ടുകൊണ്ടായിരുന്നു അമ്മുക്കുട്ടി വന്നത്. അമ്മുക്കുട്ടിക്ക് നെയിൽ വളർത്താനും നെയിൽ പോളിഷ് ഇടാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ സ്കൂളിൽ അലൗഡ് അല്ല, അതുകൊണ്ട് അവധി ദിവസങ്ങളിലൊക്കെ ഇടാറുള്ളൂ. സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ റിമൂവ് ചെയ്തിട്ട് പോകാറുണ്ട്. ചില ദിവസം മറന്നു പോകാറുണ്ട് കേട്ടോ. പിന്നെ വരുന്നതിൻ്റെ അന്ന് തന്നെ റിമൂവ് ചെയ്ത് കളയും. അപ്പോൾ അതേ ഇങ്ങനെ റിമൂവർ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. റിമൂവറൊക്കെ അവിടെ തന്നെ ഉണ്ട്. പിന്നെ ടിഷ്യൂ പേപ്പറും അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരെണ്ണം ഇട്ട് നോക്കിയിട്ട് റിമൂവ് ചെയ്ത് കളയാം വേണ്ട എന്നുണ്ടെങ്കിൽ. അങ്ങനെ അമ്മുക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഏരിയ ഈ ഒരു മേക്കപ്പിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഇവിടെ ലിപ്സ്റ്റിക്ക്, ലിപ് ഗ്ലോസ്, നെയിൽ പോളിഷ് റിമൂവർ, പിന്നെ ഐലൈനർ, മസ്കാര, കാജൽ, പിന്നെന്താണ് കണ്ണിൽ ഐബ്രോ വരയ്ക്കുന്നത്, അതൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര റീസണബിൾ പ്രൈസിൽ കിട്ടും. അങ്ങനെ പാറക്കുട്ടി, ഞങ്ങളിവിടെ നിന്ന സമയം കൊണ്ട് പാറക്കുട്ടി അപ്പുറത്തെ സൈഡിൽ കുറേ ഡ്രസ്സുകൾ സെലക്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആക്ച്വലി ബർത്ത്ഡേ അമ്മുക്കുട്ടിയുടെയാണ്, പക്ഷേ സെലക്ട് ചെയ്തത് മൊത്തം പാറക്കുട്ടിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മുക്കുട്ടിക്ക് ഒരു ജീൻസ് മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ അമ്മുക്കുട്ടി ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടീഷർട്ട്
അമ്മുക്കുട്ടിക്ക് അത് മതിയെന്ന് പറഞ്ഞു. അമ്മുക്കുട്ടിക്ക് സ്കൂളിൽ ഇടാൻ അത് മതിയെന്ന് പറഞ്ഞു. എൻ്റെ ബർത്ത്ഡേ അല്ലേ, എൻ്റെ ഇഷ്ടമല്ലേ എന്നൊക്കെ പറഞ്ഞു. ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ? ഇത് പാറക്കുട്ടി എടുത്തു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിൻ്റെ ശരിക്ക് അത് ഇടുന്നതിന് മുമ്പുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും. പിന്നെ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡില്ലേ അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബ്ലാക്ക് ജീൻസ് പാറക്കുട്ടിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇതെന്തായാലും എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നല്ല രസമുണ്ട് കേട്ടോ, അതിൻ്റെ ഒരു സ്റ്റിച്ചിങ് സ്റ്റൈലൊക്കെ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ബാഗി ജീൻസാണ് കേട്ടോ. കുറേ നാളായിട്ട് ബാഗി ജീൻസ് വേണമെന്നും പറഞ്ഞിട്ട് ഞാൻ ഒന്ന് പാറക്കുട്ടി ഇത് കണ്ടിട്ട് ഭയങ്കര വലിപ്പം തോന്നുന്നു, ഇതൊരു സ്കേർട്ട് പോലെ തന്നെ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ പാറക്കുട്ടിക്ക് ഇത് തന്നെ വേണം കേട്ടോ. പാറക്കുട്ടിക്ക് വേറെ ഒന്നും വേണ്ട, ഇതാണ് സ്റ്റൈല്, അമ്മ പ്ലീസ് അമ്മ എന്നൊക്കെ പറഞ്ഞു. പപ്പയുടെ അടുത്ത് ചോദിക്കാമെന്നൊക്കെ പറഞ്ഞ് പാറക്കുട്ടി ഉറപ്പിച്ചു പാറക്കുട്ടിക്ക് ഈ ഒരു ജീൻസ് വേണമെന്നുള്ളത്. അങ്ങനെ അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പക്ഷേ പാറക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. പാറക്കുട്ടിക്ക് ഒരു ശകലം പോലും ഇത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പാറക്കുട്ടി അത് വേണ്ടാന്നും പറഞ്ഞു പോയി. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി ഇറങ്ങിയപ്പോഴാണ് കേട്ടോ നമ്മുടെ ഈ ചുന്ദരി കുട്ടികളെ കണ്ടത്. ഇത് നമ്മുടെ യൂട്യൂബ് ഫാൻസാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈ മോള് ചേർത്തലയിൽ നിന്ന് വന്നതാണ്. ഇത് നമ്മുടെ എളമക്കര ഭവൻസിൽ പഠിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വന്ന് കണ്ടു, പരിചയപ്പെട്ടു, ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ അമ്മുക്കുട്ടിക്ക് പിന്നെ നമ്മൾ വേറെ ഡ്രസ്സ് നോക്കാൻ പോയി. അമ്മുക്കുട്ടിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല, അവിടെയുള്ളതൊന്നും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ഒരൊറ്റ ടോപ്പ് എടുത്തിട്ടുണ്ട്, അത് മതിയെന്ന് പറഞ്ഞു. പിന്നെ അമ്മുക്കുട്ടി ഒരു ലിപ് ഗ്ലോസ്, കയ്യിലിരിക്കുന്ന ലിപ് ഗ്ലോസ് ഇല്ലേ, അത് തപ്പി എടുത്തുകൊണ്ട് വന്ന് പപ്പയുടെ അടുത്ത് ചോദിച്ചു. പപ്പ അതെടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ പപ്പ എടുത്തോളാൻ പറഞ്ഞു. പിന്നെ ഇങ്ങനത്തെ പാൻറ്റീസ് ഇനി വാങ്ങുമ്പോൾ ഇങ്ങനത്തെ പാൻറ്റീസ് വാങ്ങണമെന്ന് പറഞ്ഞു. മറ്റേ നിക്കർ പോലത്തെ ഇല്ലേ, അതാണ് വേണ്ടത്. ഇനി ഓൾറെഡി ഞാൻ സ്കൂൾ തുറന്നപ്പോൾ കുറേ വാങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി വാങ്ങുമ്പോൾ അത് വാങ്ങണമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ടോപ്പ് സെലക്ട് ചെയ്തുകൊണ്ട് വന്നു കേട്ടോ സന്ദീപേട്ടൻ. ഇഷ്ടപ്പെട്ടവൻ ചോദിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ XXL ഇട്ട് നോക്കിയപ്പോഴത്തേക്കും നല്ല വലുതായിരുന്നു കേട്ടോ. നോർമലി ഞാൻ XXL ആയിരുന്നു എടുക്കുന്നത്, പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഓവർ സൈസാണെന്ന് തോന്നുന്നു, ഭയങ്കര വലുതായിട്ട്. പിന്നെ അതിൻ്റെ ഒരു XL സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മുക്കുട്ടിയുടെ ടോപ്പ് അമ്മുക്കുട്ടി എടുത്ത് എനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് വേറെ നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് വന്നതാണ് കേട്ടോ. പക്ഷേ അവിടെ നല്ല ടോപ്പൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ പപ്പ എടുത്ത് കാണിച്ചു. അമ്മുക്കുട്ടിക്ക് ഇത് മതിയെന്ന്. ഇത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അമ്മുക്കുട്ടിയുടെ അടുത്ത് ഇത് വേണമെങ്കിൽ എടുത്തോ, വെറുതെ ഇടാനായിട്ട് എടുത്തോളാൻ പറഞ്ഞു. പിന്നെ ഈ ഒരു ബ്ലാക്ക് നോക്കിയപ്പോഴത്തേക്കും ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വലിയ സൈസ് ഇല്ലായിരുന്നു കേട്ടോ. 13 to 14 അല്ലെങ്കിൽ 11 to 12 ഒക്കെ വേണമായിരുന്നു. പക്ഷെ ആ ഒരു സൈസ് അവിടെ അവൈലബിൾ അല്ലായിരുന്നു. സന്ദീപന് ഈ ഒരു ടീഷർട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പക്ഷേ വലിയ സൈസ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ എടുത്തില്ല. പാറക്കുട്ടി എന്തായാലും അമ്മുക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നിട്ട് പാറക്കുട്ടി കുറേ ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നെക്സ്റ്റ് മന്താണ് നമ്മുടെ പാറക്കുട്ടിയുടെ ബർത്ത്ഡേ വരുന്നത്, അപ്പോൾ എന്തായാലും ഡ്രസ്സ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് കൂടി കണക്കാക്കി എടുത്തോളാൻ പറഞ്ഞിട്ട് പാറക്കുട്ടി അത് എടുത്തിട്ടുണ്ട് കേട്ടോ. പാറക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഇടാനുള്ള ഡ്രസ്സും എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷർട്ട് കുഴപ്പമില്ല, പക്ഷേ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരു ഭയങ്കര നോർമലായ പോലെ തോന്നുന്നു. അമ്മുക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ആകെ ഒരു സങ്കടമായി. അമ്മുക്കുട്ടി ആ സമയം കൊണ്ട് കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ എടുത്തിട്ട് സമാധാനപ്പെട്ട് അവിടെ നിൽപ്പുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു ടീഷർട്ടില്ലേ അതാണ് കേട്ടോ അമ്മുക്കുട്ടി എടുത്തത്. അമ്മുക്കുട്ടിക്ക് എന്താണെന്നറിയത്തില്ല, അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇത് തന്നെ മതി എന്നും പറഞ്ഞ് നിൽക്കുകയായിരുന്നു. ഇത് കണ്ടു കാണുമല്ലോ എല്ലാവരും. ഞാൻ ആ ബർത്ത്ഡേ ദിവസം സ്കൂളിൽ ഇട്ടുകൊണ്ട് പോയ നമ്മുടെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്കവാറും എല്ലാവരും കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ അമ്മുക്കുട്ടിക്ക് ഇത് തന്നെ മതിയെന്ന് പറഞ്ഞത് കൊണ്ട് എനിക്ക് അത്ര ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ അമ്മുക്കുട്ടി പറഞ്ഞു എൻ്റെ ബർത്ത്ഡേ അല്ലേ, എൻ്റെ ഇഷ്ടമല്ലേ, എനിക്കത് മതി എന്നൊക്കെ പറഞ്ഞ് അത് തന്നെ സെലക്ട് ചെയ്തു കേട്ടോ. പപ്പനെ കുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് അറിയോ? പാറക്കുട്ടിയുടെ കയ്യിലിരിക്കുന്ന ഒരു സ്റ്റോളുണ്ടല്ലോ, അത് വാങ്ങിക്കൊടുക്കാനായിട്ടാണ് കേട്ടോ. വെറുതെ സ്റ്റൈൽ ചെയ്യാനാണ്. എന്നിട്ട് സിനിമയ്ക്ക് പോയപ്പോൾ ജീൻസിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടായിരുന്നോ? ശ്രദ്ധിച്ചായിരുന്നോ? പിന്നെ അമ്മുക്കുട്ടി ഈ ഒരു ലിപ് ഗ്ലോസ് ആണ് കേട്ടോ ഇട്ടത്. ഒരു സാഡ് ന്യൂസും കൂടിയുണ്ട്. ഈ ലിപ് ഗ്ലോസ് മേടിച്ചതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം ഞങ്ങൾ നക്ഷത്രയുടെ മൂവി കാണാൻ പോയ ദിവസമില്ലേ, ഓട്ടോയിൽ വെച്ചിട്ട് അമ്മുക്കുട്ടി അത് മിസ്സാക്കിയിട്ടുണ്ട്. അമ്മുക്കുട്ടിയുടെ കയ്യിൽ അറ്റ് പ്രസൻറ്റ് അതില്ല കേട്ടോ. അമ്മുക്കുട്ടിക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ പറഞ്ഞു വേറെ ഒന്നും വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു. അമ്മുക്കുട്ടി അങ്ങനെ എല്ലാ സാധനമൊന്നും അങ്ങനെ വേണമെന്ന് പറയത്തില്ല കേട്ടോ.
അപ്പം വേണമെന്ന് പറഞ്ഞത് മേടിച്ച് കൊടുത്തിട്ടത് മിസ്സായിപ്പോയപ്പോൾ ഒരു വിഷമം. ആ ലിപ് ഗ്ലോസ് ആണ് കേട്ടോ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഭയങ്കര എന്താ പറയുന്നത്, കളറൊന്നുമില്ല, കളർലെസ് ആയിട്ടുള്ള ലിപ് ഗ്ലോസ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അമ്മുക്കുട്ടി വീണ്ടും വന്നിട്ട് ലിപ്സ്റ്റിക്ക് ഏതാണ്ടൊക്കെ ഇടുന്നുണ്ട്. ഈ ഒരു സെക്ഷനിൽ നമുക്കുട്ടി മാറത്തേ ഇല്ലെന്ന്. നിങ്ങളിങ്ങനെയാണോ സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ? പാറുക്കുട്ടി പിന്നെയും വന്നിട്ട് പാറുക്കുട്ടിക്ക് ഫോണിലിടുന്ന എന്തോ ഒരു സാധനം വേണം, മാല വേണം, എന്തൊക്കെയോ വേണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഷൂ, അവിടെ നല്ല ഷൂ ഉണ്ട്, അത് വേണമെന്നൊക്കെ പറഞ്ഞു. ഒരു ആവശ്യമില്ലാത്ത കാര്യം. അങ്ങനെ അതൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് അതൊന്നും വാങ്ങിക്കൊടുത്തില്ല. ഡ്രസ്സ് കുറച്ച് വാങ്ങിക്കൊടുത്തു. അത് നമുക്ക് ബർത്ത്ഡേക്കും കൂടി ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പോവുകയാണ്. എനിക്ക് ട്രെൻഡ്സിലും കൂടി പോകണമെന്നുണ്ട്. ഒരു ഡ്രസ്സും കൂടി എടുക്കണം, കാരണം സ്കൂളിലിടാനും വേണം, കേക്ക് കട്ടിങ്ങിനും വേണം. അപ്പോൾ ഒരു ഡ്രസ്സും കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇന്നില്ല, നല്ലോണം ക്ഷീണിച്ചു. അപ്പോൾ ഇനി വീട്ടിലേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.